സംസാരിക്കാനും സെക്സിനും ചാർജ് ഈടാക്കിയതിനെ തുടർന്ന് തായ്വാൻകാരന് കോടതി വിവാഹമോചനം അനുവദിച്ചു. 2014 വിവാഹിതരായ ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. സംസാരിക്കാനും ബന്ധപ്പെടാനും ഭാര്യ $15 വീതം ഏകദേശം 1200 രൂപ ഈടാക്കി തുടങ്ങിയെന്ന് ആരോപിച്ചാണ് യുവാവ് കോടതിയെ സമീപിച്ചത്. തർക്കം പരിഹരിക്കാൻ സാധിക്കാത്ത അത്രയും വഷളായെന്ന് ചൂണ്ടിക്കാട്ടി കോടതി യുവാവിന് വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു. സെക്സിനും മറ്റ് ആശയവിനിമയത്തിനും ഫീസ് ഈടാക്കി തുടങ്ങിയെന്ന തർക്കം 2021 ആരംഭിച്ചത്. ഹാവോ എന്നയാൾ ഭാര്യ സുബാനെതിരെ ആ വർഷം കോടതിയെ സമീപിച്ചിരുന്നു. സ്വത്തവകാശം ഭാര്യയ്ക്ക് എഴുതി നൽകിയതിനെ തുടർന്ന് തർക്കം പരിഹരിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് ഹർജി പിൻവലിച്ചത്. വീണ്ടും ബന്ധം വഷളാവുകയും ഭാര്യ ഫീസ് ചോദിച്ചു തുടങ്ങുകയും ചെയ്തതോടെയാണ് ഹാവോ ഈ വർഷം വീണ്ടും വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. 2 വർഷം ഭാര്യയും ഭർത്താവും സംസാരിച്ചിരുന്നില്ലെന്നും മെസ്സേജിംഗ് ആപ്പ് വഴിയാണ് ആശയവിനിമയം നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൗൺസിലിങ്ങിലൂടെ പ്രശ്നം പരിഹരിക്കാൻ നിരന്തരം നടന്നെങ്കിലും വിജയിച്ചില്ല. വിവാഹമോചനത്തെ എതിർത്ത് സുബാൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളപ്പെട്ടു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന നിരക്കുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് തായ്വാൻ. ഭാര്യ സെക്സിന് ഫീസ് ഈടാക്കുന്ന സംഭവങ്ങൾ നേരത്തെയും തായ്വാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ഒരു യുവതി ഭർത്താവിൽ നിന്ന് $60 വീതമാണ് സെക്സിന് ഈടാക്കിയത്. ഗൾഫ് പ്രവാസ ലോകത്തെ മലയാള പത്രങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകന് ഡോക്ടറേറ്റ്. 3.5 പതിറ്റാണ്ടായി UAE മാധ്യമരംഗത്ത് സജീവമായ കോഴിക്കോട് ചേന്നമംഗലൂർ സ്വദേശി KT അബ്ദുറബ്ബാണ് ബനസ്ഥലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. ഗൾഫിലെ ആദ്യ മലയാളം റേഡിയോക്ക് തുടക്കമിട്ട അബ്ദുറബ്ബ് ഖലീജ് ടൈംസ്, ഗൾഫ് ടുഡേ, മലയാളം ന്യൂസ്, അറബ് ന്യൂസ് എന്നീ പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ലാർസൺ ആൻഡ് ട്രൂബോയിൽ മിഡിൽ ഈസ്റ്റ് മീഡിയ റിലേഷൻസ് മേധാവിയാണ്. സലാം ഫുട്ബോൾ, യാദോം ക സഫർ എന്നീ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത അബ്ദുറബ്ബ് മലയാള പത്രങ്ങളിലും ഇൻ്റർനാഷണൽ ജേർണലുകളിലും ലേഖനങ്ങൾ എഴുതാറുണ്ട്.